ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ലഡു തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരക്കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 125 ml കപ്പിലാണ് കേട്ടോ അരക്കപ്പ് റവ എടുത്തിട്ടുള്ളത്. ഈ റവ ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ തന്നെയാണ് കേട്ടോ. റവ റോസ്റ്റ് ചെയ്തത് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ റവ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നാലും നമുക്ക് ഒന്നും കൂടി ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. റവ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ കരിഞ്ഞാൽ റവയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ റവ വറുത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിത് എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂടുള്ള പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇതിലിരുന്നിട്ട് പിന്നെ റവ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ വറവായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മളിവിടെ റവ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ റവ നമ്മളിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര എടുത്തിട്ടുള്ളത് 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് അരക്കപ്പ് റവ പൊടിച്ചതിലേക്ക് കറക്റ്റ് മധുരമാണ്. ഇനി മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മാത്രം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഇതുപോലൊരു 2 നുള്ള് ജാതിക്ക ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് കാരണം ഈ പഞ്ചസാരയിൽ കിടന്നിട്ട് ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇനി നമുക്കിത് പൊടിച്ച് വെച്ച റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉരുക്കിയതിന് ശേഷമുള്ള അളവാണ് കേട്ടോ 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 60 മില്ലി അളവാണുള്ളത്. ഇനി നമ്മുടെ ലഡുവിന് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുമ്പോഴുള്ള ഈ കളറൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ആയി കിട്ടുക. ഇപ്പോൾ ഈ മിക്സ് പുട്ടിനൊക്കെ നനച്ച പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടുന്നതിന് മുമ്പായിട്ട് കയ്യിൽ അല്പം നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഓരോ ഉരുളയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് നമുക്കിതുപോലെയുള്ള 10 ലഡുവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്